എത്തപ്പങ്ങൾ വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ എന്റെ കാലത്ത് തീരുമാനം ഉണ്ടാക്കി തരുമോ? എന്ത് തീരുമാനം സുക്കൂർ എനിക്ക് എടുത്തേണ്ടത്? ഓന് മനസ്സാ ആ സ്ഥലത്തിന്റെ കാര്യക്കാരൻ പറഞ്ഞത്. അതേനെപ്പ ഞാൻ പറയണ്ടേ, ആ സ്ഥലത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനം ഉണ്ടാക്കി തരി. ഒന്നെങ്കിൽ എന്റെ പേർക്ക് എഴുതി തരി. ഇത് അവിടെ പേരെ കാറ്റിക്കോ. ഞാൻ എന്നോട് ആദ്യം തന്നെ പറഞ്ഞ അവിടെ കാറ്റിക്കോന്ന്. മുതലൊക്കെ ഞാൻ ഇറക്കിയിട്ടു ചെയ്തേക്കണു. പിന്നെ എന്താ നീ കേട്ടിന് മടി? ഞാൻ പേർക്ക് എഴുതി തരാം. അതേ കാരപ്പം നീ ജൈനി കാത്തു തിറക്കിക്കാരല്ലേ? അത് ഞാൻ എനിക്ക് പേർക്ക് എഴുതി തരൂല. എനിക്ക് ഇന്ന വിശ്വാസം ഇല്ലായിട്ടല്ല ഇപ്പൊ എന്റെ പേർക്ക് ആക്കിച്ചിന്റെ ഇപ്പൊ പറഞ്ഞ കാര്യം സുക്കൂറെ, ഇപ്പൊ ഞാനൊന്നും അവിടെ പേരേക്ക് വരൂല. ഇജ്ജ് അവിടെ കയറ്റിക്കോ, പേടിച്ചണ്ടജ്. ഓഹൻ അല്ലെങ്കിൽ ഒരു പേടിയില്ല. പേടിയേ എന്റെ മരോൾക്കും എന്റെ മരോളെ കൂട്ടക്കാർക്കുമാണ്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ല എന്റെ പെണ്ണുങ്ങളെ കൂട്ടക്കാരൊക്കെ ഇപ്പൊ ഇതേക്ക് വലിച്ചേക്കണേ? ഓല് പറഞ്ഞിട്ടൊന്നല്ല, അതിപ്പോ ആരായാലും പറയില്ലേ. എന്റെ പേർക്ക് എഴുതല്ലക്കേ പറയാ എളുപ്പാണ്. പൊന്നാര സുക്കൂറെ, എന്റെ ബാപ്പ ജീവിച്ചിരിക്കണ കാലത്തോളെ എന്റെ പേർക്ക് എഴുതി തന്നിക്കാണ്ട് ഇജ്ജടെ പേരെ കാറ്റൂല. ഉറച്ച തീരുമാനം തന്നെ അല്ലേ? എന്നാലേ ഞാനും ചില സംഗതികളൊക്കെ തീരുമാനിച്ചു വെച്ചേക്കണു. ഞാനേ ഇമ്മൂട്ടിന്റെ നാട്ടിലേക്ക് ചേളാരിക്ക് പോവാണ്. എന്റെ അമ്മോസനോട് പറഞ്ഞു ഒരു 5 സെന്റ് സ്ഥലം ഞാൻ അവിടെ തരാന്ന്. ഇതിനാണ് പറ്റി ഇങ്ങനെ പറഞ്ഞില്ലേ? കേട്ടില്ല നബീസ് വെച്ചാ എന്റെ മോൻ പറയേണ്ടത് പെണ്ണുങ്ങളെ നാട്ടിൽ പോയി താമസിച്ചാണ്. ഉസുറ് പൊളിയാത്ത മനുഷ്യന്മാർ വെച്ചിട്ട പരിപാടിയല്ലേ നബീസു? അതൊക്കെ അതിനെ എന്റെ മോനെ പറ്റുള്ളൂ. പോരാ പെണ്ണുങ്ങളെയും കുട്ടികളും കൂട്ടിക്കാണ്ട് എന്റെ അമ്മോസം പോലത്തെ സ്ഥലം തരുന്നുണ്ടെങ്കിൽ ഇന്റെ നേരത്തിൽ കാത്തു കണ്ടെന്നാ